ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതിനൊരുങ്ങുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. ഇത് ഭൃത്യന്റെ കാര്യമോ യജമാനന്റെ കാര്യമോ എല്ലാം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് യേശു പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഈശോ ഈ ലോകാവസാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈശോ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഈശോ പറയുകയാണ്, ഈ അന്ത്യവിധിയുടെ സമയത്ത് അല്ലെങ്കിൽ അന്ത്യദിനത്തിനെ കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ ആ ദിവസത്തിൽ നീ എങ്ങനെയായിരിക്കണമെന്നാണോ നിന്റെ യജമാനായ ദൈവം ആഗ്രഹിക്കുന്നത്, അതറിഞ്ഞിട്ടും യജമാനന്റെ ഹിതം നീ തിരിച്ചറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ അത് നീയാണെങ്കിൽ പോലും നീ കഠിനമായ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. നമ്മളവരെ ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാം, ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തായിരിക്കും, അന്ത്യദിനത്തിന് അല്ലെങ്കിൽ അന്ത്യവിധിയുടെ സമയത്തൊക്കെ ഞാൻ എങ്ങനെ കാണപ്പെടണമെന്നായിരിക്കും എൻ്റെ യജമാനന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഹിതം എന്താണെന്ന് ഞാൻ ആദ്യം ചിന്തിക്കണം, അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അന്ത്യവിധിയുടെ ദിവസത്തിൽ രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളായാൽ പോലും കഠിനമായ ശിക്ഷിക്കപ്പെടുമെന്ന് ഈശോയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ യജമാനായ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്